നന്നായിരുന്നു. നമുക്കെല്ലാവരും അറിയാവുന്നവർ തന്നെയാണ്. ഇതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. അതന്നെ അല്ല, GCCയിൽ നിന്നും ആദ്യമായിട്ടാണ് ഇതൊരു ആന്തോളജി ഫിലിം വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും മലയാളം ആന്തോളജി ഫിലിം വരുന്നത്. അത് ഗംഭീരമായിട്ടുണ്ട്, അസാധ്യമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ശരിക്കും ഒരു കമേഴ്ഷ്യൽ മൂവി കാണുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം എനിക്ക് തോന്നുന്നു ഈവൻ സെറ്റിംഗ് ഒക്കെ കാണുമ്പോൾ ഒരു പ്രൊഫഷണലി ചെയ്ത ഒരു ഫീലായിരുന്നു. All the movie, എല്ലാ 4 movies അടിപൊളിയായിരുന്നു. How was the movie? 4 movies, not one. Yes. The first anthology movie in Malayalam. Yes. Actually, there is very good communication between the two cultures, and we like all the actions happens in the movies, the drama. We hope all the best for the team. And we are waiting for the new production. The 4 movies are okay, beautiful, and good directing, good acting. There is a little bit of problem with the scripts. Scripts are good ideas, but the scripts need to be reviewed again and again and again until you bring the best of the movie. But at all, they are great. I love their work. I love the directors, actors. It's beautiful. The teamwork who did this movies, that's really beautiful. Thank you. വളരെ നല്ല മൂവിയാണ്. ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആയാൽ പോലും നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഓഫ് കോഴ്സ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ചെറിയ പരിമിതമായ സൗകര്യം വെച്ചിട്ട് ഇത്ര മനോഹരമായിട്ട് അത് എടുത്തു. അത് മാത്രമല്ല 4 ആന്തോളജിയും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആക്ടിങ് ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ. വളരെ നല്ല മികച്ച പ്രതികരണമാണ്. നല്ല രീതിയിൽ 4 സിനിമകളും ഒന്നും മെച്ചമായിട്ടുള്ള രീതിയിലാണ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയത്. വളരെ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്ക്രീൻ കാണുന്നത്. വളരെ നന്നായിരുന്നു. Very good, nice, and nice. Overall it's a good thing, and it's wonderful. First time they're doing Bahrain, and it's done quite well. Thank you. സിനിമ അടിപൊളിയായിരുന്നു. ഒരു സിനിമയ്ക്കകത്ത് ഞാനും ഉണ്ടായിരുന്നു. 4 വ്യത്യസ്തമായ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തകർത്തോടും. താങ്ക് യു. സിനിമ സൂപ്പറായിരുന്നു. അതിനകത്ത് ചെറിയൊരു റോള് ഞാൻ ചെയ്യാൻ സാധിച്ചു. അതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ചെറിയ റോള് ചെയ്തു. വളരെ സന്തോഷം. ബിക്കോസ് സോ നൈസ് എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. വളരെ സൂപ്പർ പടം. 4 പടം വളരെ ഇങ്ങനെയുള്ള പടങ്ങൾ ഇനിയും താങ്ക് യു. വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച 4 സിനിമകൾ കണ്ടു. വളരെ ബഹറിൽ ഇത്രയും ആക്ടേഴ്സും കലാകാരന്മാരും ലോകമൊത്തം അറിയട്ടെ. താങ്ക് യു. നല്ലൊരു സംരംഭമാണ്. വളരെ നന്നായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. ഏത് നല്ലത് ഏത് കൂടുതൽ നല്ലതെന്നുള്ളത് ദാറ്റ്സ് ലെഫ്റ്റ് ടു ദ കമൻറ്റ്സ്. ബട്ട് ഗുഡ് ഇനിഷ്യേറ്റീവ്. ഇത്രയും അഭിനേതാക്കൾ നമ്മുടെ ബഹ്റൈനിലുണ്ടെന്നുള്ള അറിയുന്നത് ഇപ്പോഴാണ്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഡൺ എക്സലൻറ്റ്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ആൻഡ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ ബഹ്റൈൻ, വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ടു ബി കാത്തുവിൻ്റെ അഭിനയം, കാത്തു ഈ പടത്തിൽ വമ്പിച്ച അഭിനയം. വണ്ടർഫുൾ, സൂപ്പർ. കാത്തു കൊണ്ട് ഈ കൊല്ലത്തെ വലിയ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. പ്രവാസ ലോകത്തെ പരിമിതികൾ പരിഗണിച്ചാൽ ഇത് അസാമാന്യ വിജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അഭിനയിച്ചവർക്കും ഇതിന് സഹകരിച്ചവർക്കും എല്ലാവർക്കും ഹൃദയത്തിൽ ചാലിച്ച നന്ദി രേഖപ്പെടുത്തുന്നു. BMC ഫിലിം സൊസൈറ്റിയുടെ അഭിമാന നിമിഷം. ഫ്രാൻസിസ് സാറും ജയച്ചിയും പ്രകാശേട്ടനും എല്ലാവരും ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ക്രൂ മെമ്പേഴ്സിനും ആക്ടേഴ്സിനും എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി. ഒത്തിരി സന്തോഷം. ഇതായി നിറഞ്ഞ സദസ്സിൽ നമുക്ക് ഇനിയും 6 ദിവസം ഫുള്ളാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഹൃദയത്തിൽ തൊട്ട നന്ദി. താങ്ക് യു. ബഹ്റിനിപ്പോൾ 46 വർഷമായി. ഈ 46 വർഷത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് ഒരു ചെറിയതായിട്ടുള്ള പല സപ്പോർട്ടുകൾ കൊടുക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും പറ്റിയതാണ്. ഒരു ആന്തോളജി പടം നമ്മുടെ ബഹ്റിനിലെ നമ്മുടെ ഒരു ഹിസ്റ്ററിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടൊരു പടമാണ്. എല്ലാ 4 ഫിലിംസും ഒന്നിനൊന്നും മെച്ചമായിട്ട് നല്ലതായിട്ടുള്ള വിധത്തിൽ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഹാപ്പി. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി ആൻഡ് നല്ല അടിപൊളി മൂവി. എല്ലാവരും കാണിക്കണം, മീൻസ് കാണണം. GCCൻ്റെ ഫസ്റ്റ് മലയാളം മൂവി ഞാൻ നോർത്തിലെ, ബട്ട് അടിപൊളി മൂവി. ഓക്കെ, എല്ലാവരും കാണണം. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്.
because to get to see the entire Bahrain on 4 different screens, I felt I was the only one not there. So that itself is a great feel. Other than that, all the 4 movies were ഒന്നിനൊന്നിന് ബെറ്റർ ആയിരുന്നു. ഏത് നല്ലതെന്ന് ചോദിച്ചാൽ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ബട്ട് every movie had a good storyline, good cast and crew, and of course it is BMC Productions, and that makes it all the more special. And Jaya and Prakash are anyway special. They have proven themselves. It was a great experience. I really enjoyed all the 4. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അതിലൊരു പടം ഡയറക്റ്റ് ചെയ്തത് ഞാനാണ്. ലോസ്റ്റ് ലാമ്പ് എന്നായിരുന്നു പേര്. ഞങ്ങളെല്ലാവരും ദിസ് മൈ ക്രൂ ഡയറക്ടർ എല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങൾ രണ്ട് കൊല്ലത്തെ ഹാർഡ് വർക്കാണ് ലോസ്റ്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഷെൽട്ടറിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിന് എനിക്ക് അധികം സന്തോഷമുണ്ട്. ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ മോർ പ്രോജക്ട്സ്. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വണ്ടർഫുൾ. കാത്തു our friend, she acted very well. Of course that is excitement because a lot of people we know. Okay, so it was nice, wonderful. I have no words to say. Thank you. നന്നായിട്ടുണ്ട്. നല്ല വർക്കായിരുന്നു. എല്ലാം ഒന്നിനൊന്നും പറ്റും തന്നെയാണ്. വളരെ നമ്മൾ അറിയുന്ന ആളുകളെ മിക്സ് ചെയ്ത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. വളരെ നന്നായിരുന്നു. നമ്മുടെ പ്രവാസ ലോകത്ത് ഇവിടെ ബഹ്റൈനിൽ വെച്ച് എക്സ്ക്ലൂസീവായിട്ട് ഷൂട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് നമ്മൾ മുഖപരിചയമുള്ള ആളുകളെയൊക്കെ സ്ക്രീൻ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാനും അതിൻ്റെ ചെറിയ ഭാഗമായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. നല്ല ഒരു അനുഭവമായിരുന്നു. താങ്ക് യു. പ്രവാസ ലോകത്തൊരു മെസ്സേജും കൂടിയാണ് ഈ ലാസ്റ്റിലെ പടം കാത്തു അഭിനയിച്ച്. ഇവിടെ നടക്കുന്ന ചില ഈക്വലായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജും കൂടെയാണ് ഇന്ന് കാത്തു അഭിനയിച്ച സീനും. വളരെ പ്രവാസികൾ കാണേണ്ടതാണ്. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. ഞങ്ങളുടെ ഇതിലൊക്കെ ആ കേസുകൾ വരാറുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് എനിക്കത് ഏറ്റവും വലിയൊരു രക്ഷക്കാര്. കാത്തുവിൻ്റെ ആ ഒരു അഭിനയ ജീവിതം വളരെ ഈ പ്രവാസ ലോകത്ത് അത് ചലനം സൃഷ്ടിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി ഒരുവിധം ബഹ്റൈനിലെ മിക്ക സാമൂഹിക പ്രവർത്തകർക്ക് ഇടയിൽ ഇത് വന്നു കഴിഞ്ഞൊരു മെസ്സേജും കൂടിയാണ്. കാണികളാണ് എന്നെ പറഞ്ഞത്. എല്ലാവരും അവരുടെ ജോലി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ ഒരു മോഡലല്ല പറയാം. ഞാനല്ല പറയണ്ട, അതിനെക്കുറിച്ച് പ്രേക്ഷകർ പറയണം. അതാണ് അതിന് ശരി. The 4 movies were amazing. I feel all of them have worked amazingly well, and the last movie, The Faces in Phases, was amazing. The boy Rahul Soni played a dead body, and it was like real time experience. I would request everyone to watch all these 4 movies. Everybody loves. Thank you. സർ, സിനിമയെക്കുറിച്ച് അഭിപ്രായം എന്താണ്? നല്ല സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4 പടമില്ല. പക്ഷെ മൊത്തത്തിൽ നന്നായിരുന്നു. നല്ല പ്രസൻറ്റേഷനും നല്ലതായിരുന്നു. ഇതിലൊന്നും പറയാനില്ല പ്രത്യേകിച്ച്. 4 സിനിമ നമ്മൾ കണ്ടല്ലോ, അതിൽ ഏറ്റവും സാറിന് ഇഷ്ടം തോന്നിയാണ്? എനിക്ക് ആദ്യത്തെ ഒരു സാധാരണ പടമായതുകൊണ്ടായിരിക്കും. അതായിരിക്കും. മറ്റൊക്കെ കുറച്ച് ഇതാണ് ലോജിക്കലും മറ്റൊക്കെ അത്ര സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന എല്ലാവരും മാമിന്റെ അഭിനയത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോഴുണ്ടായിരുന്ന അനുഭവം? This is actually my 3rd movie in Bahrain, which I'm working. I acted for another 2 movies as well. But feeling very happy. It was a wonderful team to work with, and I think everyone did a fantastic job. So I'm very happy to be a part of it. Instead not taking any credits. എല്ലാവരുടെയും അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ചുറ്റിനും ഇത്രയും അധികം കലാകാരന്മാരുണ്ടെന്ന് അറിയാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷം. Hi, the whole thing was amazing, and all the stories have something different to give a lesson, like like the first story had a lot of emotional touch, and then the another one Log, which is something actually we felt that we can relate that how we felt in the quarantine. This is in Phases. That was the best one. I liked, it was something, to act like a dead body. It is something. All 3 of them acted very well, and then to hide the emotions like that, it was too good. സിനിമ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആന്തോളജിയിലെ 4 സിനിമകൾ ഇവിടെ ബഹ്റിൽ ആദ്യമായിട്ട് മലയാളികൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഇതിൽ പങ്കെടുത്ത ഒരുപാട് പേര് പുതിയ ആളുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്.
എന്തായാലും 4 സംവിധായകർ, 4 സിനിമകൾ എന്നൊക്കെ രീതിയിൽ നോക്കുമ്പോൾ ബഹ്റിനിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് വളരെ ഒരു മോട്ടിവേഷൻ കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു 4 സിനിമകൾ ഒരുമിച്ച് വരിക, ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ നമ്മളെപ്പോലുള്ളവർക്ക് കലാപ്രവർത്തനങ്ങൾ നടത്തുവാൻ, പുതിയ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുവാൻ വളരെ ഒരു പ്രചോദനം കൂടിയാണിത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വളരെയധികം അഭിനന്ദിക്കുന്നു. ആർട്ടിസ്റ്റുകളൊക്കെ വളരെ നല്ല ഗംഭീര പെർഫോമൻസാണ്. അതുപോലെ ടെക്നിക്കലി ഒക്കെ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചതാണ്. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ഫേസസ് ഇൻ ഫേസസിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എൻ്റെ ഹസ്ബൻഡായിട്ടാണ് ശ്രീജിത്തേട്ടൻ സതീഷ് എന്നിട്ട് ഞാൻ ജിഷ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി സന്തോഷം. ഇങ്ങനെ ബഹ്റിനിലുള്ള കലാകാരന്മാർക്ക് ഇങ്ങനൊരു അവസരം ജയാനും പ്രകാശങ്ങൾ തന്നത്, അതും നോട്ട് ഫോർ 1 or 2, ഒത്തിരി ടാലൻറ്റഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അവസരം. ഇനിയും മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. നാളെയും എല്ലായിടത്തും ഹൗസ്ഫുള്ളായിട്ട് തന്നെ പോകട്ടെ എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. തീർച്ചയായും വളരെ സന്തോഷം. കാരണം നമുക്ക് ബഹ്റിൽ നിന്നുള്ള ബഹ്റിൽ നിന്ന് മാത്രമല്ല, GCC എന്നുള്ള ആദ്യത്തെ ഒരു ആന്തോളജി മൂവി ആണ് ഷെൽട്ടർ. അപ്പോൾ അതിൽ ഫേസസ് ആൻഡ് ഫേസസ് എന്നുള്ള ഒരു ഷോർട്ട് മൂവിയിലാണ് ഞങ്ങൾ ആക്ട് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞത് കാണുമ്പോൾ അന്നത്തെ നമ്മുടെ ഷൂട്ടിംഗ് സമയത്തെ എക്സ്പീരിയൻസസ് ഒക്കെ നമ്മളിങ്ങനെ ഓർക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 വർഷത്തിന് മുകളിലായി ഇതിൻ്റെ ഒരു എഫേർട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര ത്രില്ലൊരു സത്യം പറഞ്ഞാൽ വലിയൊരു മൊമെൻ്റാണ് നമ്മുടെ നിമിഷത്തിൽ. ഇങ്ങനൊരു അവസരം കിട്ടിയതിന് ഈ BMC ഫിലിം സൊസൈറ്റിയോടും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചല്ലേ എസ്പെഷ്യൽ ജയചേച്ചി, പ്രകാശേട്ടൻ, അവരോടുള്ള നന്ദി രേഖപ്പെടുത്തും. പിന്നെ എൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകളും, എന്നെ ചതിച്ച എൻ്റെ ഭാര്യ, അങ്ങനെ എല്ലാം ഞങ്ങൾ വളരെ നല്ലൊരു ക്രൂ ആയിരുന്നു. വളരെ സന്തോഷം. താങ്ക് യു. നന്നായിട്ടുണ്ട്, മൂവീസ് നന്നായിട്ടുണ്ട്. ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ലാസ്റ്റ് ആണ്. അതിൽ അഞ്ചു എന്നൊരു ക്യാരക്ടർ ചെയ്ത ക്യാരക്ടർ നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ബഹ്റൈനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആന്തോളജി ഫിലിം ഇത്രയും നല്ല മേക്കിങ്ങിലൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം ക്യാമറയാണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ട്. ഓരോരുത്തരും ഇനിയിപ്പോൾ എല്ലാവരും അറിയുന്ന മുഖങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സിനിമ കാണുന്നു. പിന്നെ സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഇരുന്നിട്ട് സിനിമ കാണുക എന്നുള്ളൊരു പ്രതീതി ഉണ്ടല്ലോ. അതെല്ലാം കൂടെ അടിപൊളിയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഷോർട്ട് മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 4 ഷോർട്ട് മൂവി എങ്ങനെ ഇത് ഒരു ഒറ്റ ഫിലിമായിട്ട് കാണാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഇതൊരു വലിയൊരു ടീം വർക്കായിരുന്നു. അപ്പോൾ ഒരാളെയും ഇരുന്ന് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് അത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ബോറില്ലായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ ആക്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സും വളരെ ഗംഭീരമായിരുന്നു. ഒന്നും ഇവിടെ എല്ലാവരും ഈ GCC തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനു വേണ്ടി, കലാരംഗത്ത് വേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും ഇത്രയും പേര് സമൂഹത്തിൽ ഇനിയും ഫിലിം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് ബഹ്റിനിൽ തന്നെ ഉണ്ട്. അപ്പോൾ പുതിയ ഷോർട്ട് മൂവിയൊക്കെ എനിക്കും പങ്കുചേരാൻ സഹായിക്കട്ടെ എന്നുള്ള ഒരു സന്തോഷം കൂടെ ഈ സമയത്ത് ഞാൻ പങ്കുവെക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. 4 സിനിമയും അടിപൊളിയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എല്ലാം ഇഷ്ടമായി. 4 ഡിഫറെൻറ്റ് സ്റ്റോറീസ് അല്ലേ, എല്ലാം സൂപ്പറായിരുന്നു. ഗംഭീരമായിരുന്നു. അടിപൊളി ഓഡിയൻസ് ആണ് പറയേണ്ടത് കൂടുതൽ, പക്ഷേ സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി. എൻ്റെ റെസ്പോൺസ് കണ്ടിട്ടും ഭയങ്കര ഹാപ്പിയാണ്. താങ്ക്സ്. I am on the 9th cloud. It would be my greatest memory for lifelong, and it's like a dream came true. Congrats. Thank you. I mean, that's the biggest dream probably. So she achieved it today. She's been seen on a screen. I watched her on a screen. Amazing. I can't describe it. I'm just super proud of her right now. I saw her movie. I've never seen her act so professionally before. It's been her lifelong dream. So seeing her over there was really it was an experience. Okay, thanks. ഷെൽട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ GCCയിലെ ഫസ്റ്റ് ആന്തോളജി മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലോക്ക്ഡ് എന്നുള്ള ഷോർട്ട് മൂവിയായിരുന്നു ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തത്. ഷോ മേനോൻ ഡയറക്റ്റ് ചെയ്തിട്ട് അനീഷ് നിർമ്മലാണ് സ്ക്രിപ്റ്റ് ചെയ്ത്. പുള്ളി അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് വന്നിട്ടില്ല. വി ഓൾ ആക്കുന്നുണ്ടാവും. ഞങ്ങളുടെ മൂവി എല്ലാവരെയും പോലെ ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. വി ആർ സോ ഹാപ്പി ടു സീ അസ് ഓൾ ഓൺ ദ സ്ക്രീൻ. പിന്നെ മൂവിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ജോണിലുള്ള പടമാണ്. മറ്റ് പടങ്ങളോട്ട് നോക്കുമ്പോൾ ഒരു സസ്പെൻസ് മൂഡിൽ പോകുന്നൊരു സംഭവമാണ്. ഇതൊരു ഹാപ്പൻ ചെയ്യിപ്പിച്ചതിനും BMC ഫിലിം സൊസൈറ്റി, പിന്നെ ഇതിൻ്റെ എല്ലാവരെയും
ഇതിൻ്റെ ഓർഗനൈസേഴ്സ് എല്ലാവർക്കും നന്ദി. പിന്നെ ലോക്ക്ഡ് ഷെൽട്ടറിനകത്ത് വന്നത് ഒരു വലിയ ഒരു ബ്ലെസ്സിങ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇടയിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ആയിട്ട് ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ജോണറിൽ ഡിഫറെൻറ്റ് 4 ജോണേഴ്സാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ജോണറിൽ നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇതിനേക്കാളും ബെറ്ററായിട്ട് അടുത്ത പടം ഞാൻ ചെയ്യും. ഇറ്റ് ഹാപ്പൻസ്. താങ്ക് യു. ശരിക്കല്ല ഒന്ന് ഈ ഇതിലേക്ക് എൻട്രി ആവുന്നത് ശരിക്കും പ്രക്ഷോഭിൻ്റെ ഒരു അതേവാണ് നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി തന്നത്. എല്ലാ ഇൻഡിവിജ്വലി എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു മൊമെൻറ്റിന്. കാരണം ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ്. കാരണം പ്രത്യേകിച്ചും വേറൊരു രാജ്യത്ത് ഞാനിതിൽ വൺ ഓഫ് ദ ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട് ലോക്ക്ഡൗൺ മൂവിയിൽ. ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ആൻഡ് ദാറ്റ് ടു ഇറ്റ് കെയിം ഇൻ ബിഗ് സ്ക്രീൻ ആൻഡ് റിയലി എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് വർക്ക് അല്ല ഇങ്ങനെ കാണാൻ പറ്റിയതിൽ സോ ഹാപ്പി. സോ താങ്ക്സ് ടു ദ ഹോൾ ടീം. I'm really excited to be a part of the first anthology film in Bahrain, and I've been a film fanatic from childhood, so I'm really excited to work on the other part of the screen, you know. So I'm really thankful to the team also for casting me and for giving me this opportunity. Thank you. ലോക്ക്ഡൗൺ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മിസ്റ്റർ പ്രശോഭ് മേനോൻ എനിക്ക് ഈ റോള് തന്നതിൽ. ഞാൻ 2-3 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഷോർട്ട് ഫിലിം ആദ്യമായിട്ടാണ് ഫസ്റ്റ് മൂവിയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ബാക്കി 2 റിലീസാവാനുള്ളതേ ഉള്ളൂ. സോ താങ്ക് യു വെരി മച്ച് ഓൾ ദ ക്രൂ മെമ്പേഴ്സ്, മിസ്റ്റർ ക്ലൗഡി, മിസ്റ്റർ കെൽവിൻ ആൻഡ് വൈശാഖ് ആൻഡ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ്. ലോക്ക്ഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന ഒരു മൂമെൻ്റാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കുറേ വർഷങ്ങളായി. ഇങ്ങനെ ഒരു അവസരം തന്നെ പ്രശോഭ് മേനോൻ, ഡയറക്ടർ കെൽവിൻ, അനീസ് നിർമ്മലൻ, അവരാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിക്കുന്നത്. അതിലൊരു ആക്ടിങ്ങും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായി അതിലും എനിക്ക് വളരെ സന്തോഷമാണ്. പടം നല്ലപോലെ എല്ലാവർക്കും ഇഷ്ടമെന്നുള്ള അറിയുന്നു. അതിൽ ഭയങ്കര സന്തോഷം. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് ഞങ്ങളുടെ പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടു. 4 വ്യത്യസ്തമായ കഥകളായിരുന്നു. 4 ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഇത്രയും അടിപൊളിയാവുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും എല്ലാവരും വന്ന് കാണേണ്ടതാണ്. അതാണ് എനിക്ക് തോന്നിയത്. നല്ല സിനിമയായിരുന്നു, നല്ല ഡയറക്ഷൻ, 4 നല്ല രീതിയിലായിരുന്നു. മുഖ്യമായിട്ട് കൈയടത്തലിൻ്റെ കാരണത്താലാണ് നമുക്ക് ഇങ്ങനൊരു ഫിലിം ഉണ്ടായത്. ഇപ്പം ഈ 4 പടവും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ഡയറക്ഷനാണ് കാഴ്ചവെച്ചത്. ഇപ്പം സൗരഭായാലും അതേപോലെ തന്നെ പ്രക്ഷോഭായാലും ജയചേച്ചി ആയാലും ഒന്നിനൊന്നിനും പ്രേമരാശേട്ടനായാലും ഒന്നിനൊന്നിനും മെച്ചമാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. കഥകളാണെന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള കഥകളാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇരുന്ന് അത്രയും ഈ 2 മണിക്കൂർ 40 മിനിറ്റ് ബോറടിക്കാതെ കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പം അതിന് ഒരു വിജയത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളുടെ ഈ ലോകത്ത് നമ്മളുടെ ഈ കലാകാരന്മാരോട് ചേർത്ത് ഇങ്ങനൊരു സംഭവം BMC ഞങ്ങളെ ബെറിൻ മീഡിയ സിറ്റിയുടെ പിന്നെ ഇടത്തൊടി പ്രൊഡക്ഷനുകൂടെ ചേർന്നുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇത്രയും കലാകാരന്മാർക്കുള്ള ഒരു അവസരം കൊടുത്ത് അവർക്കൊരു ഒരു ബൂസ്റ്റപ്പ് അവർക്ക് ലൈഫിൽ കൊടുക്കണം. കാരണം അവരുടെ കലയെ അവർക്ക് പ്രചോദനം കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടായി. അതിൽ കൂടെ കൂടുതൽ കാര്യങ്ങൾ അഭിനയിക്കാനായാലും പാടാനായാലും എന്തിനായാലും ശരി ഒരുപാട് കാര്യങ്ങൾ നേടുന്നുണ്ട്. അങ്ങനെ ഒരു സംരംഭമാണ് ഇത് നടന്നതും. ഇതൊരു നല്ലൊരു വിജയമാണ്. ഇനി വരുന്ന അടുത്ത 6 ദിവസവും ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ടാണ്, തിയേറ്റർ ഫുള്ളാണ്. അപ്പോൾ ഇത് തുടർന്നും അങ്ങോട്ട് പോട്ടെ. ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ കൂടുതൽ ആന്തോളജി ഫിലിം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല ഫിലിമുകൾ, ഫീച്ചർ ഫിലിംസ് വരട്ടെ. കൂടുതൽ കലാകാരന്മാർക്ക് കൂടുതൽ ഈ അപ്രവാളികളിൽ അവസ്ഥ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ ആശംസിക്കുകയാണ്. എൻ്റെ മോള് സ്റ്റൈൽമേറ്റ് എന്നുള്ള പടം ഉണ്ടായിരുന്നു. അവളുടെ പേര് സീവ മെർലിനാണ്. എൻ്റെ 2ാമത്തെ മോളും ഉണ്ടായിരുന്നു, സ്റ്റീവിയ. എൻ്റെ വൈഫും അഭിനയിച്ചിരുന്നു. അപ്പോഴങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കൂടുതൽ അഭിനയ രംഗത്തൊന്നുമുള്ളതല്ല, ഇതിന് ഒരു ചാൻസ് നമുക്ക് കിട്ടി. അതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംരംഭം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. ഇത് ശരിക്കും BMC ഫിലിം സൊസൈറ്റിയുടെ പ്രൊജക്റ്റാണ്. ഷെൽട്ടർ എന്ന ആന്തോളജി മൂവി. 4 സിനിമ, 4 സംവിധായകർ, 3 സിനിമയുടെ കഥ ഒരാൾ തന്നെ. അതിൽ ഒരു സിനിമയിൽ ഞങ്ങൾ 2 പേരും അഭിനയിക്കുക, ഒരു സിനിമ ഞാൻ സംവിധാനം ചെയ്യുക. അങ്ങനെ എല്ലാം കൊണ്ടും 3-4 ജോണറിൽപ്പെട്ട ഒരു സിനിമ ഇമോഷണലി വർക്ക് ചെയ്യുമ്പോൾ ഒരു സിനിമ വേറെ ജോണറിൽ പോകുന്നു, ഒരു സിനിമ മറ്റൊരു ജോണറിൽ പോകുന്നു. അപ്പം ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂർ 40 മിനിറ്റ് പോയത് അറിഞ്ഞേ ഇല്ല. കാരണം ഒരു
ഫാമിലി ഡ്രാമ നന്നായിട്ട് ഇമോഷണലി അവർ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഗെറ്റ് ഔട്ട് ആകാൻ വേണ്ടിയിട്ട് വേറൊരു സിനിമ വെച്ച് കൊടുക്കുക, ദെൻ അനദർ മൂവി. സോ കീപ്പ് ഓൺ ഗോയിങ് ഓൺ. പീപ്പിൾ അവർക്ക് ആർക്കും ബോറടിച്ചിട്ടില്ല, ദേ റിയലി എൻജോയ്. അതിൻ്റെ ഒരു ആഘോഷമാണ് ഇന്നിവിടെ കാണുന്നത്. ഷെൽട്ടർ എന്ന BMCയുടെ രണ്ടാമത്തെ BMC ഫിലിം സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രൊജക്റ്റ് സൂപ്പർ ഡൂപ്പർ ആയി വിജയിച്ചിരിക്കുന്നു. പീപ്പിൾ ആർ എൻജോയിങ് ഇറ്റ്. ആൻഡ് സാരഥി ഓഫ് BMC ഫിലിം സൊസൈറ്റിയുടെയും BMCയുടെയും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഫ്രാൻസിസ് കൈതാരത്തി. സോ താങ്ക്സ് ടു യു സർ. താങ്ക് യു കൺഗ്രാജുലേഷൻ. വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം മറ്റൊന്നുമല്ല, BMC എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം BMC ഫിലിം സൊസൈറ്റി സ്ഥാപിച്ചു. അതിൻ്റെ നേതാക്കളാണ് ഈ നിൽക്കുന്നത്. പ്രകാശ് വടകര, ജയചേച്ചിയും പ്രകാശ് ഏട്ടനുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന BMC ഫിലിം സൊസൈറ്റി 2022 ജൂൺ മാസം 2-ാം തീയതിയാണ് മധുബാൽ ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ആദ്യത്തെ വർഷം തന്നെ അനക്കന്തിൻ്റെ കേട എന്നൊരു സിനിമ നമ്മൾ റിലീസ് ചെയ്തു. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ സിനിമ ഷെൽട്ടർ എന്ന പേരിൽ 4 ചെറു സിനിമകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രവാസ ഭൂമികയിലെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രികളിലാണ് പലപ്പോഴും ഷൂട്ട് നടക്കുന്നത്. 100-ലധികം കലാകാരന്മാരെ അണിനിരത്തി ഇത് പൂർണ്ണതയിലെത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട. ഇറ്റ്സ് എ ഗ്രേറ്റ് സക്സസ്. കൺഗ്രാജുലേഷൻസ്. എല്ലാത്തിനും എന്ത് വേണമെന്ന് പറഞ്ഞാലും ഇമ്മീഡിയറ്റ്ലി എത്തിച്ചേരുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ സ്ഥാനത്ത് നിന്നുണ്ട്. ഈസ് എൻ ആക്ടർ ഓൾസോ. പക്ഷേ പ്രൊഡക്ഷൻ കൺട്രോൾ സ്ഥാനത്ത് നിന്ന് നമുക്ക് വേണ്ട എല്ലാ സഹായം ചെന്ന് ഷെൽട്ടർ എന്ന ആന്തോളജി മൂവി ഇങ്ങനെ ഇന്ന് ഇവിടെ എപ്പിക്സ് ഡാന മോളിലെ എപ്പിക്സിൽ തിയേറ്ററിൽ സ്ക്രീൻ നമ്പർ 5 നിറഞ്ഞു കവിഞ്ഞ് സദസ്സിൻ്റെ മുമ്പിൽ ഹർഷാരവത്തോടെ ജനങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ സംതൃപ്തരാണ്. നടി എന്ന നിലയിലല്ലാതെ ഒരു സംവിധായക എന്ന നിലയിൽ ഈ സിനിമ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ നോക്കിക്കാണുന്നത് ഞാൻ നല്ല വിധത്തിൽ തന്നെയാണ്. കാരണം ഇറ്റ്സ് മൈ പ്രോഡക്റ്റ്. അതിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ന്യൂ കമ്മറാണ്. അപ്പോൾ എനിക്ക് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഞാൻ സിനിമ നടിയാണെന്ന് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചു. അതുപോലെ സ്ക്രിപ്റ്റ് എഴുതാൻ എനിക്ക് ഒരു ഗൈഡൻസും ഇല്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി. അത് ഞാൻ ചെയ്തു. ഞാൻ ചെയ്ത് ജനമെങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ടുഡേ ഈസ് മൈ ഡേ. ഇറ്റ് ഈസ് റിയലി മൈ ഡേ. ഞാൻ 2 വർഷമായിട്ട് ഞാൻ കഠിനാധ്വാനം തന്നെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് കണ്ടത്. സോ ആ 2 വർഷം ഞാൻ മറന്നു. ഇപ്പോൾ ഐ ആം എൻജോയിങ് ടു ദ ഫുള്ളസ്റ്റ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജയാൻറ്റി ആൻഡ് പ്രകാശ് അങ്കിൾ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ തന്ന സപ്പോർട്ടും ബാക്കിയുള്ള കോ സ്റ്റാർസിൻ്റെ സപ്പോർട്ടും കാരണമാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിൽ പുറമെ അവർ തന്ന സപ്പോർട്ട് കാരണം എനിക്കൊരു ബുദ്ധിമുട്ടോ ഒന്നും ഫീൽ ചെയ്തില്ല. ഫിലിം എക്സ്പീരിയൻസ് ജയാൻറ്റി പ്രകാശങ്ങൾ അവർ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ എങ്ങനെ അഭിനയിക്കണം, എവിടെ പോകണം, എങ്ങനെ നോക്കണം, ആ ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നുകൊണ്ട് നമുക്കത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റി. യെസ്.